അല്ല വർഗീസ് സാറേ, നമ്മുടെ ഒരു സഹപ്രവർത്തകന് നേരത്തെ പെൻഷൻ കിട്ടിയെന്ന് കേട്ടു. വെറും പെൻഷൻ അല്ലടോ, സസ്പെൻഷൻ. രണ്ടും ഒരുപോലെ തന്നെ. അതുകൊണ്ടെന്താ, ഇനി ലീവ് എടുക്കാതെ തന്നെ വീട്ടിലിരിക്കാലോ. കളിയും കാണാം, പാതി ശമ്പളവും കിട്ടും. എന്തായിരുന്നു? വയ്യാത്ത പറ്റി കയ്യാല കയറരുത്. പിള്ളേര് കളിയായിട്ട് നടക്കുന്നതിനൊക്കെ പോലീസ് പണിക്ക് ഇറങ്ങി തിരിച്ചാലെങ്ങനെ ശരിയാവുന്നു? പണിയെടുക്കില്ലെങ്കിൽ എന്താ, ഡയലോഗിന് വല്ല കുറവുണ്ടോ? കേസ് അന്വേഷിച്ചില്ലെങ്കിലും പ്രതികളെ പിടിച്ചില്ലെങ്കിലും ദേഹത്തിട്ട് തയ്ച്ച പോലെ ഇറങ്ങിപ്പിടിച്ചൊരു ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് സിനിമാ സ്റ്റൈലില് ചെത്തി നടക്കല്ലേ. കൂളിയില്ലെങ്കിൽ എന്താ, കോണാമ്പരപ്പുറത്തല്ലേ? സാറേ, സാർ എന്റെ സീനിയർ ആയതുകൊണ്ട് പൈപ്പിൻ ചോട്ടിലെ പെണ്ണുങ്ങളെ പോലെ സാർ എന്ത് വിളിച്ചു പറഞ്ഞാലും ഞാനത് കേൾക്കണം. അതാണല്ലോ പ്രോട്ടോകോൾ പ്രകാരം ശരി. ഈ സസ്പെൻഷനിൽ നിന്നും ഒരു കാര്യമില്ല സാറേ. പണി പോയാലും ആനടി പച്ചരി മേടിക്കും. നല്ല തറവാട്ടി പറഞ്ഞ അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ സോമനോട് ഒരു ഡയലോഗ് പറഞ്ഞോട്ടെ. താൻ പറയടോ. സോമണ്ണ അറിയാമല്ലോ ആന്റണിയെ, ഞാൻ എല്ലാം ഒന്ന് മുടക്കി വെച്ചതാ. എന്നെ കൊണ്ട് വീണ്ടും പണി എടുപ്പിക്കരുത്. ഓ, അത് പണ്ടത്തെ കഥ. പക്ഷെ ആ തായമ്പ് ഇപ്പൊ തപ്പി നോക്കിയാ കാണോ പറയൂ സാറേ? എവിടുന്ന് ആന്റണി, തന്നെ കൊണ്ട് പറ്റുന്ന പണി വല്ലതും നോക്ക്. സാറേ, സാർ അങ്ങനെ പറയരുത്. ഈ ബീംബായി കിണാപ്പിനെ പിടിക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്. എന്നിട്ട് പഴി മുഴുവൻ എനിക്ക്. ആന്റണിക്ക് ബീംബായെ പിടിക്കാൻ പ്ലാൻ വരക്കലും സാറ്റ് കളിയൊന്നും വേണ്ട. അവൻ ഏത് ഉന്നത്തിൽ പോയി വിളിച്ചാലും ശരി, പിടിക്കണമെന്ന് വിചാരിച്ചാൽ ഈ ആന്റണി പിടിച്ചോണ്ടൊന്ന് സാറിന്റെ മുന്നിലിട്ട് തരും. അന്ന് തരുമല്ലോ സാറിന്റെ വിഷമം ഈ സോമന്റെ കഴപ്പും. മതി മതി, അതിനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലോ. ആന്റണി ചെല്ലേ. നേരെ സാറേ, സമയം ഒരുപാടായി. ഞാൻ ചെന്നില്ലെങ്കിൽ വൈഫും മോനും ഉറങ്ങിയല്ലേ, വെയിറ്റ് ചെയ്യും. സോമന വേഗം വീട്ടിലേക്ക് ചെല്ല്, ലേറ്റ് ആക്കണ്ട. അപ്പൊ സാറേ, ഗുഡ് നൈറ്റ്. രാത്രി യാത്രയില്ല, പോയിട്ട് വരാം. അപ്പോ വരണം. ഇനി അതും പറഞ്ഞു പറ്റിക്കരുത്. നിന്റെ വീട്ടിലേക്കോ? അയ്യേ, ഞാനാ ടൈപ്പല്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോമാ, മരുമോനെ, ഈ ബോളിൽ കുറ്റി തെറിക്കും കേട്ടോ. കാണാം കാണാം, കാണിച്ചു തരണേ. കണ്ടോ? ആകാവുന്ന പണിക്ക് ഇറങ്ങിയാ പോരെ? അത് തന്നെയാണ് നാട്ടുകാരും അങ്ങോട്ട് ചോദിക്കണത്. എന്ത് ആകാവുന്ന പണി ചെയ്താ പോരേന്ന്. അതിപ്പോ ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. അബദ്ധം മാത്രം പറ്റണ പോലീസുകാരും ഉണ്ട്. മൈക്കിൾ ജാക്സൺ എനിക്കിട്ടൊന്ന് താങ്ങി. ഓ, ആശ്വാസമായി. അതെങ്കിലും മനസ്സിലായല്ലോ. പറ്റില്ല പറ്റില്ല, ഇത് കള്ളക്കളിയാണ്. ഇത് ക്ലിയർ LBW ആണ്. ഓ പിന്നെ വിളിക്കും. ഞാനേ റെഡി അല്ലായിരുന്നു. അങ്ങനെ ആന്നേലും അത് LBW ഒന്നുമല്ല. LBW എന്ന് പറഞ്ഞാലേ ലെഗ് ബിഫോർ വിക്കറ്റിന് അർത്ഥം. പിന്നെ ഞങ്ങളിപ്പോ പോയി ഡിക്ഷണറി നോക്കി അർത്ഥം പഠിച്ചിട്ട് വരാം. താൻ പോടോ. എടോ, അർത്ഥം അറിയില്ല, പഠിക്കണടോ. ആന്റണിയുടെ തൊടയിലാ പന്ത് കൊണ്ടത്. കാല് കൊണ്ടാലേ LBW ആവുള്ളൂ. ഇത് BW ആ. തന്റെ തൊട പിന്നെ കാലിലല്ല തലയിലാണോ? തൊട മാത്രല്ലോ, വേറെ പലതും ഉണ്ട് എന്റെ തലയില്. അതൊക്കെ തനിക്ക് കാണണോ? അയ്യടാ, കാണാൻ പറ്റിയൊരു പീസ്. തലക്കകത്ത് കളിമണ്ണ് കൂടുതലാണെങ്കിൽ അത് ഞങ്ങളെ കാണിക്കണ്ട. അതുപോലെ കലമോ കറിച്ചട്ടി ഉണ്ടാക്കാൻ കൊടുത്താൽ മതി. അതെ, നിന്റെ തലേന്ന് എടുത്തു കൊടുത്താൽ മതി. നീ പോടാ കിളവ. കിളവ നിന്റെ അച്ഛൻ. അതിന്റെ വലിയ ഓടാ വേണ്ടി. അമ്പയറുടെ തീരുമാനം അന്തിമമായിരിക്കും. ഇത് ഡാഡിയും മോനും തമ്മിലുള്ള കളിപ്പിരി കളിയാ. കണക്റ്റായി പോയി. കീപ്പറിന്റെ പണി നോക്കിയാൽ മതി കേട്ടാ. ഓ, റാൻ. കള്ളത്തരം പണ്ടേ ഉള്ളതാണല്ലോ. പണ്ട് മോളായിരുന്നു കൂട്ട്. അതിനിപ്പോ എന്താ പറ്റി? പറ്റിച്ചത് തന്നെയാണെങ്കിലും പറ്റിയത് അവക്കാണല്ലോ. കേട്ടില്ല. അല്ല, കളി നടന്നുകൊണ്ടിരിക്കുമ്പോ വേറെ കാഴ്ച കാണാൻ പോയാൽ കുറ്റി തെറിക്കുമെന്ന് പറയായിരുന്നു. ഉപദേശത്തിന് നന്ദി. നമ്മളും സിക്സർ അടിക്കുന്ന കാലം വരും. അതൊന്ന് കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു. എന്നെ കൊണ്ട് വെറുതെ സിക്സർ അടിപ്പിക്കല്ലേ. ചുമ്മാ ചെയ്യിപ്പിക്കാതെ. ചിരിമായെന്ന് കണ്ടോ? ചേട്ടാ, തകർപ്പൻ ഷോട്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്ത് ഷോട്ട്? നേരത്തെ വരണ്ടായിരുന്നോ? ഡാഡി ഇന്ന് ഭയങ്കര ഫോമിലാ. ഇന്നലെ മുതലേ നല്ല ഫോമിലായിരുന്നു. വരുന്നുണ്ടോ നീ? അതോ പൊട്ടങ്ങളെയും കണ്ടി നിൽക്കുന്നേ ഉള്ളോ? ഞാൻ വരുമായിരുന്നു ചേച്ചി. ഇപ്പൊ മരുമകനും അമ്മായിയപ്പനും ഒറ്റക്കെട്ട്. ഇതാ ആണുങ്ങളെ വിശ്വസിക്കരുതെന്ന് പറയുന്നത്. എപ്പോ വേണമെങ്കിലും കാല് മാറും.
രാത്രി നമ്മള് പട്ടിണി. അപ്പൊ ഇന്ന് ഫുഡ് പുറത്തുനിന്ന്. കറക്റ്റ് സമയത്തിന് എനിക്ക് 6 അടിക്കാൻ മുട്ടിയതാ കുഴപ്പം. ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കഴിച്ച വെറുതെ. എന്താ ഡാഡി അവിടെ? നോക്കട്ടെ. ഡാഡി എന്നൊന്ന് എടുത്തേ. ഡാഡി ശ്രീകാന്ത് ആണത്, ക്രിക്കറ്റ് പ്ലെയർ ശ്രീകാന്ത്. ഹേ ശ്രീകാന്ത്, വാ പോവാം. പോടാ, എന്തൊരു ജാടയാ ചെറുക്കന്. ശരിയാ, ഒന്ന് നമ്മളെ നോക്കി ചിരിക്കു പോലും ചെയ്തില്ല. ഡാഡി അങ്ങനെ വിട്ടാ പറ്റില്ല. വാ വണ്ടി എടുക്ക്. എന്തിനാ? വാ വണ്ടി എടുക്ക്, പറയാം. അവനെ പിടിക്കണം. യെസ്. എന്തിനാടാ? വണ്ടി എടുത്ത് പറയാം. എന്താടാ? വണ്ടി എടുക്ക് ഡാഡി. ശ്രീകാന്തിനെ ആരോ ബ്ലോക്ക് ചെയ്തു, എന്തോ പ്രോബ്ലം ഉണ്ട്. നിനക്ക് വട്ടാ? അല്ല, സീരിയസാ. ഡാഡി ഡാഡി തിരിക്ക് ഡാഡി. അത് വേണോ? അവനായി അവന്റെ പാടായി, നമുക്ക് പോവാം. പ്ലീസ് ഡാഡി, പ്ലീസ് പ്ലീസ്. നീ ഒന്ന് അടങ്ങ്. ആ What do you want? Hey! What the? അല്ല സഹോദര, ഒരു സംശയം ചോദിച്ചിട്ട്, ഇതെന്താ സംഭവം? കാര്യം ചോദിക്കുമ്പോ കണ്ണടച്ച് കാണിച്ചാൽ എങ്ങനെ? നട്ടപ്പാതിരാക്കി വഴിതടയൽ ഡ്രാമ നടത്തുന്നതിന്റെ ഗുട്ടൻസ് എന്താണ് സഹോദര? പിന്നെ ആംഗ്യം. ഇവൻ പൊട്ടനാണെന്നാ തോന്നുന്നത്. അതാണ് ഈ ആംഗ്യ ഭാഷ. പൊട്ടന്മാരോട് വായത്താളോടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്ക് കാര്യം മനസ്സിലാകുന്ന